ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിസഫ് ബെൻ ഷാബ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരാൻ പോകുന്ന നിങ്ങളുടെ മോഡൽ എക്സാമിനേഷനിൽ ബിസിനസ് സ്റ്റഡീസിന് A+ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 മുതൽ 5 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. സോ നന്നായിട്ട് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്, ഇതൊന്നും പഠിക്കാതെ പോകരുത്. ഓക്കെ, അപ്പോൾ 8 മാർക്കിന് നിങ്ങൾ +1 വിദ്യാർത്ഥികൾക്ക് മോഡൽ എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സുകളുടെ ഫങ്ഷൻസ്, അവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് വരുന്നുണ്ട്, ലെൻഡിങ് ഓഫ് ലോൺസ് വരുന്നുണ്ട്, ചെക്ക് ഫെസിലിറ്റീസ് വരുന്നുണ്ട്, റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് വരുന്നുണ്ട്, അലൈഡ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പം നമ്മുടെ ചാപ്റ്റർ നമ്പർ 4 ബിസിനസ് സർവീസസിൽ ബാങ്കിങ്ങിൻ്റെ സെക്ഷനിലാണ് നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ അല്ലേ? അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. രണ്ടാമതായി 8 മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും നന്നായിട്ട് പഠിക്കുക. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 1 മാൻ ബിസിനസ് എന്നാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ പറയുക. അതിൻ്റെ ഫോർമേഷൻ ആൻഡ് ക്ലോഷർ ഈസിയാണ്, അതിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, സോൾ റിസ്ക് ബെയറർ ആണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് റെസിപ്പിയൻ്റ് ആണ്, കൺട്രോൾ ഉണ്ട്, നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ചാപ്റ്റർ നമ്പർ 2 ആണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, മീനിങ് ആൻഡ് ഫീച്ചേഴ്സ്. അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ അവസാന ഭാഗത്തേക്ക്, അതായത് നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻറ്റേർണൽ ട്രേഡിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അതിൻ്റെ മീനിങ് ഒക്കെ പഠിച്ചു വെച്ചോളാം. ഒന്ന് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് എന്താണ്, സൂപ്പർ മാർക്കറ്റ്സ് എന്താണ്, ദെൻ മെയിൽ ഓർഡർ ഹൗസസ് എന്തൊക്കെയാണ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ്. ഈ പറഞ്ഞ 4 കോൺസെപ്റ്റിൻ്റെയും മീനിങ് നന്നായിട്ട് പഠിക്കുക. ഇൻറ്റേർണൽ ട്രേഡിൽ റീറ്റെയിലേഴ്സിൻ്റെ ടൈപ്സ് പഠിക്കുന്നിടത്ത് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൽ, ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിലാണ് ഇതൊക്കെ പഠിക്കാനുള്ളത്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്, സൂപ്പർ മാർക്കറ്റ്സ്, മെയിൽ ഓർഡർ ഹൗസസ്, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ്. നന്നായിട്ട് പഠിച്ചോളാം. ഇതൊക്കെ പഠിച്ചു പോയാൽ തന്നെ നമ്മുടെ A+ നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പോൾ 8 മാർക്ക് വരെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം? 2 മാർക്കും 3ഉം 4ഉം 5ഉം 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ, വേറെ ഒന്നും ഇപ്പം വേണ്ട. പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നമുക്ക് +1 നല്ല മാർക്ക് തന്നെ വേണം. ഓക്കെ, ബിസിനസ് സ്റ്റഡീസിൽ പ്രത്യേകിച്ച് A+ ഉറപ്പിക്കണം. ഓക്കെ, റെഡിയല്ലേ? വെരി ഗുഡ്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക, നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാം കേട്ടോ. നമുക്ക് മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ആൻസർ കീസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ആൻസേഴ്സൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാം. റെഡിയല്ലേ? ഇതുപോലെ തന്നെ നിങ്ങളുടെ എക്കണോമിക്സിനെയും അക്കൗണ്ടൻസിയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.